Hi students, welcome back. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോളാർ സെല്ലിനെ ബേസ് ചെയ്തിട്ടാണ്. സോളാർ സെൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് എനർജി അല്ലെ, ഏത് ടൈപ്പ് എനർജി ആയിട്ടാണ് കൺവേർഷൻ നടക്കുക. അപ്പൊ സോളാർ സെൽ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് സോളാർ എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അപ്പൊ സോളാർ സെൽ എന്ന് പറയുന്നത് വിച്ച് കൺവേർട്ട് അല്ലെ, ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം light energy is converted into electrical energy. Okay, light energy electrical energy ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് സോളാർ സെൽ. ഓക്കെ, ഈ സോളാർ സെൽ ഉണ്ടാക്കിയിരിക്കുന്ന PN ജംഗ്ഷൻ ആണ് അല്ലെ, PN ജംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് സോളാർ സെല്ല്. അപ്പൊ നമുക്ക് സോളാർ സെൽ ഒന്ന് വരച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത് കേസ്. ഓക്കെ, അപ്പൊ സോളാർ സെൽ വരയ്ക്കാൻ നേരത്തെ നമുക്കൊരു PN ജംഗ്ഷൻ വേണം അല്ലെ, PN ജംഗ്ഷൻ. അപ്പൊ ഇവിടെ നമുക്കൊരു N റീജിയൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു P റീജിയൻ ഉണ്ട്. ഓക്കെ, N റീജിയൻ, ഇവിടെ P റീജിയൻ. ഓക്കെ, അപ്പൊ ഈ N റീജിയനും P റീജിയനും ഇടയിൽ അല്ലെ PN ജംഗ്ഷൻ, Pയും Nഉം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്, ഒരു PN ജംഗ്ഷൻ ഉണ്ടാവുന്നുണ്ട്. PN ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും, ഒരു ഡിപ്ലിയേഷൻ റീജിയൻ ഫോം ചെയ്തു അല്ലെ. P തിക്കായിട്ട് വരയ്ക്കുന്നത് എന്താണ്, ഒരു ഡിപ്ലിയേഷൻ റീജിയൻ ഫോം ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു ഡിപ്ലിയേഷൻ റീജിയൻ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ P റീജിയനും ഉണ്ട്, N റീജിയനും ഉണ്ട് അല്ലെ. ആ Pയും Nഉം തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് വരുന്ന ആ ഏരിയയില് അല്ലെ, ആ ഒരു പോയിന്റിൽ നമുക്ക് എന്തുണ്ട്, PN ജംഗ്ഷനില് എന്തുണ്ട്, ഡിപ്ലിയേഷൻ ലെയർ ഉണ്ട്. അപ്പൊ P റീജിയൻ, N റീജിയൻ, ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം, ഇത് ഡിപ്ലിയേഷൻ ലെയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സോളാർ സെൽ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ സോളാർ സെല്ലില് ഇനിയും രണ്ട് പോർഷൻസും കൂടെ ഉണ്ട്. ഈ P റീജിയൻ അല്ലെ, താഴത്തെ ഈ P റീജിയനിലേക്ക് ഒരു മെറ്റാലിക് കോണ്ടാക്ട് അഥവാ ഒരു ബാക്ക് കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ബാക്ക് കോണ്ടാക്ട് ആണ്. ഇതൊരു മെറ്റാലിക് കോണ്ടാക്ട് ആണ്, ബാക്ക് കോണ്ടാക്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, മെറ്റാലിക് കോണ്ടാക്ട് ആണ്. നമുക്ക് എന്ത് വരുന്നുണ്ട്, നമുക്ക് ബാക്ക് സൈഡ് P റീജിയനിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മെറ്റാലിക് കോണ്ടാക്ട്. ഓക്കെ, അതുപോലെ തന്നെ N റീജിയന്റെ മേളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രിഡ്, ഇലക്ട്രിക്കൽ ഗ്രിഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഫിംഗർ ലൈക്ക് ആണ് അല്ലെ, ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്. നമ്മൾ ഒരു മെറ്റൽ ആണ് അല്ലെ, ഇലക്ട്രിക്കൽ ഫിംഗേഴ്സ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇതാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം വളരെ കുറച്ച് ഏരിയ ഉള്ളൂ, ആ ടോപ്പ് സർഫസിന്റെ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഈ ഇലക്ട്രിക്കൽ ഗ്രിഡ്സ് ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. ഏകദേശം ഒരു 15% അല്ലെ, 100%-ൽ 15% എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ മെറ്റാലിക് ഗ്രിഡ്സ് കവർ ചെയ്ത് വരുന്നുള്ളൂ ടോപ്പ് ലെയറിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ PN ജംഗ്ഷൻ വരച്ചിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, N റീജിയൻ വളരെ തിന്നാണ് അല്ലെ, N റീജിയൻ വളരെ തിന്നായിട്ടും P റീജിയന് നല്ല കട്ടിയുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ N റീജിയൻ വളരെ തിന്നാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് റേഡിയേഷൻസ് അല്ലെ, നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്, PN ജംഗ്ഷനെ പ്ലേസ് ചെയ്യുമ്പോൾ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് ഏത് റീജിയനിലേക്കാണ്, N റീജിയനിലേക്കാണ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുക. അങ്ങനെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അത് കട്ടിയുള്ളത് അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ലെയർ ആണ് N റീജിയൻ എങ്കിൽ ലൈറ്റ് റേഡിയേഷൻസിന് PN ജംഗ്ഷനിലേക്ക് എത്താനായിട്ട് പറ്റില്ല. PN ജംഗ്ഷനിലാണ് സോളാർ സെല്ലിന്റെ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ PN ജംഗ്ഷനിലേക്ക് ലൈറ്റ് റേഡിയേഷൻസ് എത്തിയാൽ തന്നെ അത് എന്തുവരും, ഇന്റൻസിറ്റി കുറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി കുറയാണ്ട് ലൈറ്റ് റേഡിയേഷൻസ് അല്ലെ, ലൈറ്റ് സോളാറിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സൺലൈറ്റ് അല്ലെ, സൺലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയാണ്ട് എവിടെ എത്തണം, PN ജംഗ്ഷൻ അല്ലെങ്കിൽ ഡിപ്ലിയേഷൻ ലെയറിൽ എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് N റീജിയൻ വളരെ തിന്നായിട്ടാണ് നമ്മൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിന്നാക്കിയിരിക്കുന്നതിന് കാരണം എന്താണെന്നുള്ളതിന് ആൻസർ ആണ്
അത് എന്തുവരും ലൈറ്റ് റേഡിയേഷൻസ് അല്ലെ അതിനകത്തേക്ക് എന്ത് ചെയ്യണം ഡിഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ലൈറ്റ് റേഡിയേഷൻസ് നമ്മുടെ ഡിപ്ലേഷൻ ലെയറിലേക്ക് എന്തുവരും വിത്തൗട്ട് എനി ഇന്റൻസിറ്റി ലോസ് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പി എൻ ജംഗ്ഷൻ അഥവാ എന്ത് വരുന്നുണ്ട് സോളാർ സെല്ലിന്റെ നമ്മള് സ്ട്രക്ചർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ നടക്കുന്ന അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ ഈ രീതിയിൽ കാണിച്ചിരിക്കുമ്പോൾ നമുക്ക് വർക്കിംഗ് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് പി എൻ ജംഗ്ഷൻ നമുക്കൊന്ന് സെപ്പറേറ്റ് എടുത്ത് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അല്ലെ സോളാർ സെല്ലിലെ പി എൻ ജംഗ്ഷൻ നമ്മൾ സാധാരണ വരയ്ക്കുന്ന രീതിയിൽ സോളാർ സെല്ലിന്റെ പി എൻ ജംഗ്ഷൻ വരച്ചു. ഓക്കെ, അപ്പൊ പി എൻ ജംഗ്ഷൻ ആണ്. പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു ഡിപ്ലിയേഷൻ ലെയർ കാണിക്കണം. ഓക്കെ, പി റീജിയൻ ഉണ്ട്, എൻ റീജിയൻ ഉണ്ട്. ഓക്കെ, ഡിപ്ലിയേഷൻ ലെയർ നമ്മൾ കാണിച്ചു. ഇനി സോളാർ സെല്ലിന്റെ വർക്കിംഗ് മുഴുവൻ നടക്കുന്ന ഫോട്ടോ ഡയോഡിലെ വർക്കിംഗ് പോലെ തന്നെയാണ്. അപ്പൊ ഏതിന്റെ കേസ് പോലെ തന്നെയാണ്, ഫോട്ടോ ഡയോഡിൽ നടക്കുന്ന വർക്കിംഗ് എങ്ങനെയാണോ, ഫോട്ടോ ഡയോഡിലെ വർക്കിംഗ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എവിടെ നടക്കുക, പി എൻ അല്ലെങ്കിൽ നമ്മുടെ സോളാർ സെല്ലിന്റെ വർക്കിംഗും നടക്കുക. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. സോളാർ സെൽ എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആണ്, ബയാസിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ സോളാർ സെല്ലിന്റെ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് ഇങ്ങനെ പറയാം, ഇതെങ്ങനെയാണ് അൺബയാസ്ഡ് ആണ്. ഓക്കെ, സോളാർ സെൽ അൺബയാസ്ഡ് ആണ്. പക്ഷെ നമ്മുടെ ഫോട്ടോ ഡയോഡ് എങ്ങനെയാണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോളാർ സെൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അൺബയാസ്ഡ് ആണ്. സോളാർ സെൽ അൺബയാസ്ഡ് ആണ്. ഓക്കെ, അപ്പോ അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു സോളാർ സെല്ല് എന്ന് വെച്ചാൽ പി എൻ ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി എങ്ങോട്ടാണ് ലൈറ്റ് റേഡിയേഷൻസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നതും വർക്കിംഗ് നടക്കേണ്ടതും നമുക്ക് എവിടെയാണ്, പി എൻ ജംഗ്ഷനിലേക്കാണ്. അപ്പൊ നമുക്ക് ലൈറ്റ് റേഡിയേഷൻസ് ഇതിങ്ങനെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നതായിട്ട് കാണിക്കാം അല്ലെ. ലൈറ്റ് റേഡിയേഷൻസ് പി എൻ ജംഗ്ഷനിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ലൈറ്റ് റേഡിയേഷൻസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസിന്റെ എനർജി നമുക്കറിയാം hν ആണ് അല്ലെ. ഫോട്ടോണിന്റെ എനർജി hν ആണ്. If this energy is greater than band gap energy, band gap എനർജിയേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലെ, if the incident energy അല്ലെങ്കിൽ photon energy which is greater than that of the band gap energy, band gap എനർജിയേക്കാൾ എന്തായിരിക്കണം, കൂടുതലാണെങ്കിൽ. ബാൻഡ് ഗ്യാപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കുള്ള ആ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന് വിട്ട് അല്ലെ, അതിന് കറസ്പോണ്ടിങ് ആ ഡിഫറൻസ് ഇൻ എനർജി ആണ് എന്തെന്ന് പറയാ, ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത്. ആ എനർജിയേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ അവിടെ നടക്കുക അല്ലെ. നമുക്കറിയാം എന്തുവരും, കോവാലൻ ബോണ്ടിന്റെ ബ്രേക്കിംഗ് നടക്കുന്നുണ്ട്. കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ഹോൾ പെയർ ഫോർമേഷൻ നടക്കും. ഓക്കെ, ഇലക്ട്രോൺ ഹോൾ പെയർ ഫോർമേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സിലിക്കൺ ആണെങ്കിൽ സിലിക്കണിന്റെ ആണല്ലോ, നമ്മള് സിലിക്കണോ ജർമേനിയോ ഏത് വേണമെങ്കിലും രണ്ടാണെങ്കിലും എന്താണ്, ടെട്രാവാലന്റ് ആണ് അല്ലെ. ടെട്രാവാലന്റ് ആവുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലില് നമുക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ല് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ട്, 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ലൈറ്റ് റേഡിയേഷൻസിന്റെ എനർജി കൂടുതലാണെങ്കിൽ ഈ ഇലക്ട്രോണിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, നോക്ക് ഔട്ട് ചെയ്യും അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരും ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്തു, ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ഹോൾ പെയറിന്റെ ഫോർമേഷൻ എവിടെ നടക്കും, ജംഗ്ഷനിൽ നടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എന്ത് വരുന്നുണ്ട്, പി എൻ ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഡിപ്ലിയേഷൻ ലെയറിന് ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്തിരിക്കുന്ന ആ അവസ്ഥയിൽ ചാർജ് കാരിയേഴ്സ് ഇമ്മൊബൈൽ ആണ്. ഈ കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇനി ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന എനർജി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എന്തുവരും, ബാൻഡ് ഗ്യാപ്പ് എനർജി ആണെങ്കിൽ ഈ ഇലക്ട്രോൺസും ഹോൾസിന്റെയും സെപ്പറേഷൻ ഇവിടെ ഇങ്ങനെ നടന്നു. അപ്പൊ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും പെയർ ഫോം ചെയ്തു. ഇപ്പൊ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും എന്ത് ചെയ്തു, സെപ്പറേഷൻ നടന്നു. ഇലക്ട്രോൺ ഹോൾ പെയർ ഫോർമേഷൻ. ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും നമ്മൾ എന്തെന്നാ പറയാ, ചാർജ് കാരിയേഴ്സ് എന്നാണ് പറയാ. അപ്പൊ ചാർജ് കാരിയറിന്റെ എണ്ണം അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ചാർജ് കാരിയേഴ്സ് ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർ സെപ്പറേഷൻ ഇങ്ങനെ നടക്കുകയാണ്. ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നതിനനുസരിച്ച്
ഇലക്ട്രോൺ ഹോൾ പെയർസ് അല്ലെ, പെയർ ഫോർമേഷൻ നടക്കാണ്. ഓക്കെ, അങ്ങനെ പെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് അറിയാവുന്നത് എന്താണ്? നിയർ ദ പി റീജിയൻ ഇങ്ങനെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന കേസിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. നിയർ ദ പി റീജിയൻ നെഗറ്റീവ് പൊളാരിറ്റി ഈസ് ഡെവലപ്ഡ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുക? പി റീജിയനിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ് അല്ലെ, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്. എൻ റീജിയനിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, ആണല്ലോ. ഇപ്പൊ ഒരു ഹോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും അല്ലെ, ഒരു നെഗറ്റീവ് ഇലക്ട്രോൺ അല്ലെ, ആണല്ലോ. ഒരു ഹോള് പോസിറ്റീവ് ചാർജ് പോയി കഴിയുമ്പോൾ അവിടെ എന്തുവരും നെഗറ്റീവ് ചാർജിന്റെ ക്രിയേഷൻ നടക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി അവിടെ എന്തുവരും ഹോളായിട്ട് അപ്പിയർ ചെയ്യും. ഓക്കെ, അപ്പൊ എന്തുവരും? നിയർ ദ എൻ റീജിയൻ പോസിറ്റീവ് പൊളാരിറ്റി ഈസ് ഡെവലപ്ഡ് ആൻഡ് നിയർ ദ പി റീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് പൊളാരിറ്റി ആണ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? നിയർ അല്ലെ എൻ റീജിയനും അല്ലെങ്കിൽ ഡിപ്ലിയേഷൻ റീജിയന് എക്രോസ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? മൈനോറിറ്റി ചാർജ് കാരിയറിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടായി. പി റീജിയനിലെ മൈനോറിറ്റി ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഫോർമേഷൻ ഇവിടെ ഉണ്ടായി. എൻ റീജിയനിലെ മൈനോറിറ്റി ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അപ്പൊ ആ ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ പോസിറ്റീവ് ചാർജിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ ഉണ്ടായി. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ബാരിയർ പൊട്ടൻഷ്യലിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അല്ലെ, ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രോൺ എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് അട്രാക്റ്റഡ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? എൻ റീജിയനിലേക്ക് മൂവ് ചെയ്യും. അപ്പോ ഇലക്ട്രോൺസ് മൂവ്സ് ടുവേഴ്സ് എൻ റീജിയൻ, ഇതുപോലെ തന്നെ ഹോൾസ് വിച്ച് മൂവ്സ് ടുവേഴ്സ് ദ പി റീജിയൻ. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം എൻ റീജിയനിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പി റീജിയനിലെ ഹോൾസിന്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യും. കാരണം മനസ്സിലായല്ലോ, ഇവിടുത്തെ ഇലക്ട്രോൺ ഹോൾ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്? എൻ റീജിയനിലേക്ക് മൂവ് ചെയ്യും. ഹോൾസ് എല്ലാം പി റീജിയനിലേക്ക് മൂവ് ചെയ്യും. അപ്പോ പി റീജിയൻസിലെ ഹോൾസിന്റെ എണ്ണം ഓൾറെഡി അവിടെ അല്ലെ മെജോറിറ്റി ചാർജ് കാരിയർ ഹോൾസ് ആണ്. അപ്പൊ വീണ്ടും ഡിപ്ലേഷൻ റീജിയനിൽ നിന്ന് ഹോൾ വരുന്നുണ്ട്. അപ്പൊ ഹോൾസിന്റെ എണ്ണം അങ്ങ് കൂടും. അതുപോലെ തന്നെ എൻ റീജിയനിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഇലക്ട്രോൺസും ഹോൾസും എങ്ങോട്ടാ മൂവ് ചെയ്യുക അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇലക്ട്രോൺസും ഹോൾസും അല്ലെ റെസ്പെക്റ്റീവ് ജംഗ്ഷൻസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇലക്ട്രോൺസ് ആർ മൂവ്സ് ടുവേഴ്സ് എൻ റീജിയൻ, ഹോൾസ് ആർ മൂവ്സ് ടുവേഴ്സ് പി റീജിയൻ, ആണല്ലോ. ഇനി അങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ഇവിടെ പി റീജിയനിലെ കളക്ട് ചെയ്യുന്ന ഹോൾസ് അല്ലെ, ഇവിടെ ഹോൾസ് ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്? ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ആ ഹോൾസ് മൊത്തം എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ മെറ്റാലിക് കോണ്ടാക്റ്റിലേക്ക്, ബാക്ക് കോണ്ടാക്റ്റിലേക്ക് എത്തും. ഓക്കെ, ഹോൾസ് എങ്ങോട്ട് എത്തി? അത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾസ് മെറ്റാലിക് കോണ്ടാക്റ്റിലേക്ക് അല്ലെങ്കിൽ ബാക്ക് കോണ്ടാക്റ്റിലേക്ക് എത്തി അവിടെ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടായി? നമുക്ക് ഈ മെറ്റാലിക് കോണ്ടാക്റ്റിലെ ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടായി അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് എൻ റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് മൊത്തം എങ്ങോട്ട് വരുന്നുണ്ട്? ഇലക്ട്രോൺസ് മൊത്തം നമുക്ക് എങ്ങോട്ട് വരുന്നത്? ടോപ്പിലേക്ക് അല്ലെ, എൻ റീജിയന്റെ ആ മേളിലത്തെ ഭാഗത്തേക്ക് എത്തുന്നു. അവിടെ എന്തുണ്ട്? നമുക്ക് അവിടെ മെറ്റാലിക് ഗ്രിഡ്സ് ഉണ്ട് അല്ലെ, മെറ്റാലിക് ഗ്രിഡ്സിലേക്ക് എൻട്രി ചെയ്യും. ഓക്കെ, അപ്പൊ താഴെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾസ് മുഴുവനും പി റീജിയനിൽ എത്തി അവിടുത്തെ മെറ്റാലിക് ബാക്ക് കോണ്ടാക്റ്റില് എന്തുവരെയും കളക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് മൊത്തം എത്തിയിട്ട് ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ മെറ്റാലിക് ഗ്രിഡ്സിലേക്ക് എൻറ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി താഴെ എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് പൊളാരിറ്റിയുടെ അല്ലെ കോൺസെൻട്രേഷൻ കൂടി, മേളിലാണെങ്കിൽ എന്തോരം നെഗറ്റീവ് പൊളാരിറ്റിയുടെ കോൺസെൻട്രേഷൻ കൂടി. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് നെഗറ്റീവിന്റെ സെപ്പറേഷൻ അല്ലേ. അപ്പൊ അവിടെ ഒരു EMF ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ EMF ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു എക്സ്റ്റേണൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്തു, നെഗറ്റീവ് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്തു. കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ടിന്റെ ഫ്ലോയും ഉണ്ടാവും. ഓക്കെ,
അപ്പൊ ആ മെറ്റാലിക് ഗ്രിഡ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യാം. അപ്പൊ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ മേളിലും താഴെ എന്തോരം പോസിറ്റീവ് പൊളാരിറ്റിയും കൂടുതലായതുകൊണ്ട് അവിടെ എന്തോരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ദർ വിൽ ബി എ ഫ്ലോ ഓഫ് കറണ്ടിന്റെ ഫ്ലോ തുടങ്ങും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആ ലോഡ് റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു സോളാർ സെൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ കുറച്ച് അല്ലെ, വളരെ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ലാർജ് നമ്പർ ഓഫ് സെൽസ്, ഇങ്ങനെ സോളാർ സെൽസ് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും എല്ലാം കോമ്പിനേഷൻ കണക്ട് ചെയ്ത് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ ഇത് അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. നമ്മൾ സാധാരണ സോളാർ സെൽ യൂസ് ചെയ്തിട്ടുള്ള കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോളാർ സെൽ യൂസ് ചെയ്ത വാച്ച്, അങ്ങനെ പല ഡിവൈസസും നമുക്ക് സോളാർ സെൽ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഉണ്ട്. അതുകൊണ്ട് സോളാർ സെൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇനി നമുക്ക് അവിടെ വരയ്ക്കേണ്ടത് IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സോളാർ സെൽ ആണ്. സോളാർ സെല്ലിന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ പറഞ്ഞു സോളാർ സെൽ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡും അല്ല റിവേഴ്സ് ബയാസ്ഡും അല്ല, അല്ലെ. അപ്പൊ അതെന്തുവരെ ഫോർവേഡ് റീജിയന് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ റിവേഴ്സ് റീജിയന് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതെന്തുവരും അൺബയാസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റിലാണ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റില് നമുക്ക് ഈ രീതിയിലാണ് IV ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, ക്ലോസ്ഡ് അല്ലാത്ത കണ്ടീഷനിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്താണല്ലോ അവിടെ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇവിടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് ഈ റീജിയൻ. ഇനി ക്ലോസ്ഡ് സർക്യൂട്ട് കറണ്ട്, നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റർ കണക്ട് ചെയ്തു, അപ്പൊ അതിലൂടെ ഉണ്ടാവുന്ന ആ കറണ്ട് അല്ലെ, ക്ലോസ്ഡ് സർക്യൂട്ട് കറണ്ട്. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് ക്ലോസ്ഡ് സർക്യൂട്ട് കറണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാവുന്നതാണ്. അപ്പോ അതിന്റെ എന്ത് ചെയ്യുക, സോളാർ സെല്ലിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കേസ് എന്ന് പറയാം. ഇപ്പൊ എന്തൊക്കെ സോളാർ സെല്ലിനെ പറ്റി നമ്മൾ പറഞ്ഞു. സോളാർ സെൽ എന്ന് പറയുന്നത് സോളാർ എനർജിയെ അല്ലെങ്കിൽ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. ഇവിടെ PN ജംഗ്ഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെ. സാധാരണ പോലെ PN ജംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരൊറ്റ പ്രത്യേകതയുള്ളൂ, എന്തുവരും, അൺബയാസ്ഡ് PN ജംഗ്ഷൻ ആണ്, അൺബയാസിംഗ് ആണ്. എക്സ്റ്റേണൽ വോൾട്ടേജ് സപ്ലൈ നമ്മൾ കൊടുത്തിട്ടില്ല, അൺബയാസ്ഡ് ആണ്. ഓക്കെ, ഇനി അതിന്റെ ആക്ഷൻ നടക്കുന്നതെല്ലാം സിമിലർ ടു ദാറ്റ് ഓഫ് ഫോട്ടോഡയോഡ്. ഫോട്ടോഡയോഡിൽ എങ്ങനെയാണോ ആക്ഷൻസ് നടക്കുന്നത് ആ സെയിം തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുക, ആക്ഷൻസ് എല്ലാം നടക്കുക. ഫോട്ടോൺസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഡിപ്ലേഷൻ റീജിയനിലെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും സെപ്പറേഷൻ നടക്കും. ആ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോൺസ് ആർ മൂവ്സ് ടുവേഴ്സ് ദ എൻ റീജിയൻ ആൻഡ് ഹോൾസ് ആർ മൂവിംഗ് ടുവേഴ്സ് ദ P റീജിയൻ. അപ്പൊ P റീജിയനിൽ ലാർജ് നമ്പർ ഓഫ് ഹോൾസിന്റെ കളക്ഷൻ ഉണ്ടാവും, N റീജിയൻ ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കളക്ഷൻ ഉണ്ടാവും, അല്ലെ. അങ്ങനെ ഇലക്ട്രോൺസും ഹോൾസും അല്ലെ കോൺസെൻട്രേഷൻ P റീജിയനിൽ അല്ലെ, P റീജിയനിൽ ഹോൾ കോൺസെൻട്രേഷൻ കൂടുതലും N റീജിയനിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ ആ ഇലക്ട്രോൺസും ഹോൾസും എങ്ങോട്ട് എത്തുന്നുണ്ട്, അല്ലെ. ഹോൾസും മെറ്റാലിക് കോണ്ടാക്ടിലേക്ക്, ബാക്ക് കോണ്ടാക്ടിലേക്ക് എത്തും, ഇലക്ട്രോൺസും മെറ്റാലിക് ഗ്രിഡ്സിലേക്ക് എത്തി. അപ്പൊ അവിടെ എന്തുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഇനി അതിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ എന്തോരം കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ സോളാർ സെല്ലിനെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞത്. ഇനി P റീജിയൻ N റീജിയൻ എങ്ങനെയാണെന്നുള്ള കേസ് പറഞ്ഞു. P റീജിയൻ തിക്ക് ആണ്, N റീജിയൻ എന്ന് പറയുന്നത് തിൻ ആണ്. തിന്നായിട്ട് എടുക്കാനുള്ള കാരണം ലൈറ്റ് റേഡിയേഷൻസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് റേഡിയേഷൻസ് എവിടെ എത്തിയാലേ ആക്ഷൻ നടക്കുള്ളൂ, ഡിപ്ലേഷൻ റീജിയനിൽ എത്തണം. ഡിപ്ലേഷൻ റീജിയനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഇന്റൻസിറ്റി ലോസ് ഒന്നും കൂടാണ്ട് ഡിപ്ലേഷൻ റീജിയനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ N റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് ആണ് അല്ലെ, വളരെ തിന്നാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ,
അപ്പൊ ആ കേസ് നമ്മൾ പറഞ്ഞു. ഡിപ്ലിയേഷൻ ലെയർ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഓപ്പൺ സർക്യൂട്ട് അതുപോലെ IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. IV ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞപ്പോ ഇവിടെ എന്ത് വന്നു, നമ്മള് അല്ലെ ഫസ്റ്റ് ക്വാഡ്രന്റിലും വരച്ചില്ല, തേർഡ് ക്വാഡ്രന്റിലും വരച്ചില്ല. ഇവിടെ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ഗ്രാഫ് ഇവിടെ വരിക. ഇത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആകുമ്പോൾ തേർഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഇത് അൺബയാസ്ഡ് ആയതുകൊണ്ട് ഇതിലാണ്, ഫോർത്ത് ക്വാഡ്രന്റിലാണ് നമ്മള് വോൾട്ടേജ് കറണ്ട് VI ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വോൾട്ടേജ് എന്ന് പറയുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കാണിക്കുന്നതാണ്. ഓക്കെ, PN ജംഗ്ഷനില് ഈ റീജിയനില് പോസിറ്റീവ് പൊളാരിറ്റിയും ഈ റീജിയനിൽ എന്ത് ചെയ്തു, നെഗറ്റീവ് പൊളാരിറ്റിയും. അപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്തു അല്ലെ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തു. അത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ഇനി എന്ത് ചെയ്യും, നമ്മളൊരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലോസ് സർക്യൂട്ട് കറണ്ട് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ക്ലോസ് സർക്യൂട്ട് കറണ്ടിനെയും റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്തു, അവ തമ്മിൽ കണക്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ IV ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സോളാർ സെല്ല് അല്ലെ, സോളാർ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എങ്ങനെയാണ് ചൂസ് ചെയ്യാന്നുള്ള കേസാണ് അടുത്ത് പറയേണ്ടത്. ഏകദേശം നമുക്ക് 1 to 1.8 ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള അല്ലെ, 1 ഇലക്ട്രോൺ വോൾട്ട് മുതൽ 1.8 ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള മെറ്റീരിയൽ ആണ് ബാൻഡ് ഗ്യാപ്പ് ഉള്ള അല്ലെ, ബാൻഡ് ഗ്യാപ്പ് EG. ഓക്കെ, ബാൻഡ് ഗ്യാപ്പ് ഏകദേശം ഇതിനിടയ്ക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ സാധാരണയായിട്ട് സോളാർ സെൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഹാവിംഗ് band gap in between 1 electron volt and 1.8 electron volt. നമ്മളോട് ആവറേജ് 1.5 ഇലക്ട്രോൺ വോൾട്ട് ആണ് അപ്രീഷ്യബിൾ ആയിട്ടുള്ളത് അല്ലെ. കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് 1.5 ഇലക്ട്രോൺ വോൾട്ട് അടുത്ത് വരുന്നതാണ് അപ്രീഷ്യബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ചൂസൺ ഫോർ മേക്കിംഗ് ദിസ് സോളാർ സെൽ. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട് സിലിക്കന്റെ കേസ് നമുക്ക് അറിയാം. സിലിക്കന്റെ ഏതാ വരിക, 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് ബാൻഡ് ഗ്യാപ്പ് എനർജി ഫോർ സിലിക്കൺ അല്ലെ. അപ്പൊ സിലിക്കൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഗാലിയം ആർസനൈഡ്. ഗാലിയം ആർസനൈഡിന്റെ ഏകദേശം ബാൻഡ് ഗ്യാപ്പ് എനർജി വരുന്നത് 1.48, ഏകദേശം 1.5 അടുത്തായിട്ടാണ് വരിക. 1.48 സംതിങ് ലൈക്ക് ദാറ്റ്. അത്രയും എന്ത് വരുന്നുണ്ട്, ഇലക്ട്രോൺ വോൾട്ട് ആണ് ഏത് വരിക, ഗാലിയം ആർസനൈഡിന് വരിക. അപ്പോൾ അതും എന്തിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സോളാർ സെൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഒന്നോ രണ്ടോ എന്ത് വരുന്നുണ്ട്, മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യാം എന്നുള്ളതൊന്ന് പഠിച്ചിരിക്കുക. അപ്പൊ സിലിക്കൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗാലിയം ആർസനൈഡ് ഈ സോളാർ സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെയാണ് സോളാർ സെൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കേസ് പറയുന്നതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞത്, എന്തുവരും, ബാൻഡ് ഗ്യാപ്പ് അല്ലെ. ബാൻഡ് ഗ്യാപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബാൻഡ് ഗ്യാപ്പ് ഈസ് ഇൻ ബിറ്റ്വീൻ 1 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് 1.8 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിലിക്കൺ അതുപോലെ തന്നെ ഗാലിയം ആർസനൈഡ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ആ ഫസ്റ്റ് പോയിന്റ് ആയി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ ഒപ്റ്റിക്കൽ അബ്സോർഷൻ അല്ലെ. മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്ര ബാൻഡ് ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽ എടുത്തിട്ട് കാര്യമില്ല. ഈ മെറ്റീരിയൽ ഒപ്റ്റിക്കൽ എന്ന് വെച്ചാൽ റേഡിയേഷൻസിനെ അല്ലെ, ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ആണോ എന്നുള്ള കേസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഒപ്റ്റിക്കൽ അബ്സോർഷൻ ഉണ്ടോ നല്ല രീതിയിൽ അല്ലെ, ഒപ്റ്റിക്കൽ അബ്സോർഷൻ ഉണ്ടോ എന്നുള്ള കേസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഒപ്റ്റിക്കൽ അബ്സോർഷൻ രണ്ടാമത്തെ പോയിന്റ് ഏതാണ്, ഒപ്റ്റിക്കൽ അബ്സോർഷൻ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു ബാൻഡ് ഗ്യാപ്പ് എനർജിനെ കുറിച്ച് പറയണം. അപ്പൊ ബാൻഡ് ഗ്യാപ്പ് എനർജിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹൈ ഒപ്റ്റിക്കൽ അബ്സോർഷൻ അല്ലെ, മെറ്റീരിയൽ ഹാവിംഗ് ഹൈ ഒപ്റ്റിക്കൽ അബ്സോർഷൻ. ഹൈ ഒപ്റ്റിക്കൽ അബ്സോർഷൻ. ഓക്കെ, ഒപ്റ്റിക്കൽ ഹൈ മെറ്റീരിയൽ ഹൈ ഒപ്റ്റിക്കൽ അബ്സോർഷൻ ഉണ്ടോ എന്നുള്ള കേസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കേസ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇലക്ട്രോൺസിനെ ഹോൾസിനെ ഒക്കെ എന്ത് ചെയ്യാൻ, കണ്ടക്ട് ചെയ്യോ. ഹൈ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ള കേസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ,
ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നോക്കണം. പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്തായിട്ട് വരാം? ഈസിലി അവൈലബിൾ ആണോ ഈ മെറ്റീരിയൽ? നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണോ? അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ് അല്ലെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സോളാർ സെൽ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഏതൊക്കെയാണ്? ബാൻഡ് ഗ്യാപ്പ് നോക്കണം, ഹൈ ഒപ്റ്റിക്കൽ അബ്സോർഷൻ ഉണ്ടോ എന്ന് നോക്കണം, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെ, നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടോ, ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണോ എന്നുള്ള കേസ് ശ്രദ്ധിക്കണം. മെറ്റീരിയൽ അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടാനുള്ളതാണോ, അവൈലബിൾ ആണോ, ഈസിലി അവൈലബിൾ ആണോ എന്നുള്ള കേസ് നോക്കണം. അതുപോലെ തന്നെ കോസ്റ്റ്, ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കോസ്റ്റ്. കോസ്റ്റ് കുറവാണോ എന്നുള്ള കേസും കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ സോളാർ സെൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോളാർ സെല്ല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോളാർ സെല്ലിന്റെ വർക്കിംഗ് അൺബയാസ്ഡ് ആണെന്നുള്ള കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ IV ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചോളുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസ് എങ്ങനെയാ നമുക്ക് പ്രിഫർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.